my soul, my Savior, God to me. How great thou art, how great thou art. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ, അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. എത്രയോ മഹോന്നതൻ. ശബ്ദത്തിൽ ഒന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിനോട് പറയാ, ചിലരെ ദൈവം ദിവസങ്ങൾ എഴുതിയിട്ട് ചില മേഖലകളിൽ ആത്മാവ് ഉയർത്താൻ പോകുന്നു. വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിനൊട്ടും പ്രസക്തിയില്ല. സങ്കീർത്തനം ഒന്ന് വായിക്കാം. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 34 ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ്, കർത്താവിന്റെ ഹൃദയ പ്രകാരമുള്ളവനെന്ന് കർത്താവ് സാക്ഷ്യം പറഞ്ഞു. ഒരു മനുഷ്യൻ എഴുതിയേക്കുന്ന ഒരു വേർഡാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ. അതിന്റെ സന്ദർഭം മലയാള ബൈബിളില് എല്ലാ ബൈബിളിലും കാണും, എഴുതിയിട്ടുണ്ട്. 34 ആദ്യം ആ സന്ദർഭം ഒന്ന് വായിക്കാം. ജീവിതത്തിന്റെ ഗതികേടെന്ന് പറയാവുന്ന സാഹചര്യത്തിൽ ഒരുത്തൻ രാജാവായിട്ട് വിളിയുള്ളവൻ, രാജാവായിട്ട് അനോയിന്റിങ് പ്രാപിച്ചവൻ ഓടിപ്പോകുക മാത്രമല്ല, ജീവരക്ഷയ്ക്ക് വേണ്ടി ഭ്രാന്തനെ പോലെ അഭിനയിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഈ വലിയ ക്രിമിനൽ കുറ്റമൊക്കെ ചെയ്തവര് രക്ഷപ്പെടാൻ വേണ്ടി അവസാനം എടുക്കുന്ന ഒരു തുമ്പാണ് ഇവ മാനസിക രോഗിയാണുള്ളത്. ഇന്നും അങ്ങനല്ലേ, വലിയ സംഭവമൊക്കെ പിടിച്ച് അവരെ ശിക്ഷിക്കുമെന്നാകുമ്പോൾ അടുത്തൊരു വാർത്ത നമ്മൾ കേൾക്കും, അവന് മാനസിക പ്രശ്നമുണ്ട്. അപ്പൊ ഇത് ഇന്ന് തുടങ്ങിയതല്ല, അങ്ങനെയുള്ളതാ ഈ ഒരു സൈക്കോളജിക്കൽ മൂവ് എന്ന് പറയുന്നത്. ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതായപ്പോ പുള്ളി കാണിച്ച പരിപാടിയാ, ഞാൻ തുപ്പലൊക്കെ ഒഴുകി അതൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, തനി വട്ടന്റെ പോലെ അഭിനയിക്കേണ്ട അനുഭവമല്ല, അഭിനയത്തിനപ്പുറം അഭിനയിക്കുകയും കൂടെ ചെയ്യേണ്ട രീതിയിലേക്ക് ജീവിതം കൈവിട്ടു പോയപ്പോഴും ദൈവത്തിൽ ഉറപ്പുള്ള പറയുക, ഞാൻ ഈ സമയത്തും സാഹചര്യം അനുകൂലമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതല്ല ദൈവിക സ്തുതി എന്ന് പറയുന്നത്. സാഹചര്യം പ്രതികൂലമാകുമ്പോൾ അതിന് ജയിക്കാൻ സ്തുതിക്കുന്നതല്ല ദൈവത്തിന്റെ സ്തുതി. ചിലരുടെ സ്തുതി എന്ന് പറഞ്ഞാല് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയത് കൊണ്ടുള്ള സ്തുതിയാണ്, അതല്ല സ്തുതി. ചിലരുടെ സ്തുതി എന്ന് പറഞ്ഞാൽ അവർക്ക് നേരെയുള്ള വെല്ലുവിളിക്ക് നേരെ കൈയടിച്ചാലാതിക്കുന്നത്, അതും അല്ല സ്തുതി. സാഹചര്യങ്ങളുടെ വ്യത്യാസമില്ലാതെ അവൻ എന്റെ ഉടയവനാണെന്നും അവൻ എന്റെ സൃഷ്ടാവാണെന്നും ഇതെന്റെ കടമയാണെന്നും ആ കടപ്പാടിനകത്തു ഒരുവൻ അങ്ങനെ സ്തുതിക്കുന്ന ഒരു തലമുറ ഇതിന് നടുവിൽ എഴുതിപ്പെടാൻ പോയില്ല. പലപ്പോഴും നിങ്ങളൊന്ന് ഹൃദയത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ പലപ്പോഴും
ദൈവത്തെ സ്തുതിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് അല്ലേ? ഇന്ന് പകരം അതെടുത്ത് കളയണം. ഈ സംഭവം നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ ഈ രണ്ട് സംഭവങ്ങളും വെച്ചിട്ടും പിശാചിനെ നിന്നെ ഡൗൺ ആക്കാൻ പറ്റത്തില്ല. ചില സമയങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി ദൈവം അസാധാരണമായി പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര സ്തുതിക്കുക, ചാടിത്തുള്ളി ദൈവത്തെ ആരാധിക്കും. അത് കിട്ടിയത് കൊണ്ടുള്ള സന്തോഷ പ്രകടനമാണ്. അടുത്ത ഭാഗം എന്തോ തകർച്ച അനുഭവിക്കുമ്പോൾ നമ്മൾ കൈയടിച്ച് ആരാധിക്കുക. എന്തോ സംഭവം അറിയാം, ആ പാറയൊക്കെ നീ മലയെത്ത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കൽപ്പിച്ച ഈ മലയോട് മാറി കടലിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ നമ്മൾ കൈയടിച്ച് ആരാധിച്ച് നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ ചിന്ത അറിയാം, ഈ മല മൂവ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ടോടെ സ്തുതി, ഇതും അല്ല സ്തുതി. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ വിഷയങ്ങളുമായി കണക്ട് ചെയ്തിട്ടല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്. സ്തുതി നിന്റെ ഒരു ജീവിതമായി മാറണം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെന്ന് അലാം വെച്ചിട്ടാണോ നമ്മൾ ആരെങ്കിലും കഴിക്കാറുണ്ടോ? ഞാൻ വെക്കാറില്ല. രാവിലെ വൈകിട്ട് കിടക്കുമ്പോൾ രാവിലെ 7:30 ബ്രേക്ക്ഫാസ്റ്റ് ഒരു അലാം വെച്ചിട്ട് അങ്ങനെ അല്ലല്ലോ കഴിക്കുന്നത്. കൃത്യസമയമാകുമ്പോൾ ശരീരത്തിനകത്തുനിന്ന് നമുക്ക് അറിയാം കഴിക്കണമെന്ന് നമ്മുടെ ശരീരം നമ്മളോട് പറഞ്ഞു തുടങ്ങും. ഉച്ചയ്ക്ക് 12:30 ആകുമ്പോൾ നമ്മുടെ ശരീരം നമ്മളോട് പറയും എന്ത് ചെയ്യണം, ഭക്ഷണം താ. വൈകിട്ട് 8:30 മണിയാകുമ്പോൾ ശരീരം നമ്മളോട് പറയും ഭക്ഷണം താ. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ കർത്താവിനെ സ്തുതിക്കണം, എനിക്ക് കർത്താവിനെ ആരാധിക്കണം എന്നുള്ള ഒരു ആവേശം അത് ശരീരത്തിനകത്ത് ആത്മാവിനകത്ത് നമ്മൾ വെളിപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ റിയലായിട്ട് ദൈവമക്കളല്ല. ഇന്ന് പകൽ അടുത്തൊരു പടിയിലേക്ക് കയറാൻ എത്ര പേർ തയ്യാറാണ്? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ വിഷയമല്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞാൻ സ്തുതിക്കണം എന്നുള്ളത് എനിക്ക് വിഷയമല്ല. നിങ്ങൾ നോക്കിയേ, മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഓരോ സൃഷ്ടിപ്പുകളും അല്ലെ, മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഒരു കാർ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് സൃഷ്ടിച്ച് അത് അല്ലെങ്കിൽ നമ്മൾ കയറിയിരുന്ന് നമ്മള് അതിന്റെ സ്റ്റിയറിംഗ് വലത്തോട്ട് പിടിച്ചാൽ അത് വലത്തോട്ട് തന്നെ പോകും. ഇടത്തോട്ട് പിടിച്ചാൽ ആക്സിഡന്റ് കൊടുത്തു കഴിഞ്ഞത് സാഹചര്യത്തിനനുസരിച്ച് അതല്ല അല്ല അത് ഫങ്ഷൻ ചെയ്യുന്നത്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ലൈഫ്. നമ്മളെ സൃഷ്ടിച്ചത് എന്താണോ അത് ഏത് സ്ഥലത്തും ഇറക്കമാണെങ്കിലും കയറ്റമാണെങ്കിലും ആക്സിഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ നീ നീളം മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണോ നിന്നെ സൃഷ്ടിച്ചത്, എന്താണോ നിന്റെ ദൗത്യം, അത് നിന്റെ അനുഭവത്തിനകത്ത് നീളം, ജീവിതത്തിനകത്ത് ഏത് അനുഭവത്തിനകത്തും വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. കീ ഫാക്ടർ, അനുഗ്രഹിക്കപ്പെടാനുള്ള ദൈവമക്കളായി തുടരാനുള്ള ഒരു കീ ഫാക്ടറാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് മുതൽ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഇത് എന്റെ കടമയാണ്, എന്റെ അപ്പനോടുള്ള സ്നേഹം പങ്കിടുന്ന അനുഭവമാ എന്റെ ആരാധനയും പ്രാർത്ഥനയും എന്ന് നീ ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിന്റെ ലൈഫ് സ്റ്റൈൽ മാറും. നീ സാന്നിധ്യം അനുഭവിക്കുന്നവരാണെങ്കിൽ, ദൈവസേവനത്തിന് വേണ്ടി നീ വാഞ്ചിക്കുന്നവരാണെങ്കിൽ, നിന്റെ റൂമിനകത്ത് കയറി അപ്പ എന്ന് വിളിക്കുമ്പോ നീ എന്തിനാ ആ അപ്പ എന്നുള്ള വിളിച്ചതെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഇന്ന് പകൽ ചിലരുടെ അനുഭവങ്ങൾക്കകത്തോട്ട് സാന്നിധ്യം ഒരു വിടുതലായി വെളിപ്പെടാൻ പോവുക. സാന്നിധ്യം അറിയുന്നവന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൻ അസാധാരണമായി പ്രതികരിക്കുന്നവനായി. സാന്നിധ്യം അനുഭവിക്കാത്തവൻ എപ്പോഴും ആരെങ്കിലും പറഞ്ഞു കൊടുത്ത അനുഭവത്തിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ചലിക്കുന്നത്, സ്തുതിക്കുന്നത്, പ്രതിഫലിക്കുന്നത്. സാന്നിധ്യം അറിഞ്ഞവന് ഒരു ചട്ടക്കൂടിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ബൈബിൾ നിങ്ങൾ എവിടെയൊക്കെ വായിച്ചു നോക്കിയോ, അസാധാരണമായിട്ട് ദൈവം തൊട്ട എല്ലാ വ്യക്തികളും ആ ചട്ടക്കൂടിന് പുറത്തേക്ക് ചലിച്ചവരാണ്. അതുകൊണ്ട് അവർ വ്യത്യസ്തരായി തീർന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു ഒരു മുടന്തനെ അല്ലെങ്കിൽ പത്രോസ് എന്ന് തൊട്ടപ്പം അന്ന് വരെ ഉണ്ടായിരുന്ന രീതിയിലല്ല അവൻ ചാടിത്തുള്ളതാണ്. അന്ന് വരെ ചർച്ച കണ്ട ഒരു ആരാധന രീതിയുണ്ട്, പക്ഷെ അതിനപ്പുറമായിട്ട് ഈ മുടന്തൻ എന്ത് ചെയ്തു, പ്രതികരിക്കാൻ തുടങ്ങി. യെരിഹോവിനരികെ ഒരുത്തൻ ഇരിക്കുക, അവന്റെ അകത്തോട്ട് ദൈവ സാന്നിധ്യം അടിച്ചപ്പോ, അപ്പന്റെ സാന്നിധ്യം അവന് നിറവായി വെളിപ്പെട്ടപ്പോ, അവൻ അന്ന് വരെ ആരും പറയാത്ത റെവലേഷനിൽ കർത്താവിനെ ചെയ്തു. ചിലര് പറഞ്ഞു, അവന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു മുൻപേ നടന്നവർ എന്ന് പറഞ്ഞാൽ, ഈ മുൻപേ നടന്നവരെന്ന് പറഞ്ഞാൽ മുമ്പേ കർത്താവിനെ അറിഞ്ഞവരും കർത്താവിന്റെ അടുത്ത ആൾക്കാരാന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെയാണ്. ഈ ചട്ടക്കൂട് ഉണ്ടാക്കിയവര് അവര് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവൻ
കേൾക്കുകയില്ല. കാരണം അവന്റെ ചെവികളിലോട്ട് മനുഷ്യനുണ്ടാക്കിയ പ്രമാണമല്ല കയറുന്നത്, ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവത്തെ തിരിച്ചറിഞ്ഞവന്, യഥാർത്ഥമായി യേശുവിനെ കണ്ടവന്, സൃഷ്ടിതാവിനെ കണ്ടവന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവന്റെ വിളി അത് നിലവിളിയായി പുറത്തുവരും. നിലവിളി എന്ന് പറഞ്ഞാൽ നില വിട്ടിട്ടുള്ള വിളിയാണ്. ഹല്ലേലൂയ. മനുഷ്യനുണ്ടാക്കിയ നിലയുണ്ടല്ലോ, അത് വിട്ടിട്ട് വിളിക്കുന്നതും മനുഷ്യനുണ്ടാക്കിയ ഒരു നിലയുണ്ടല്ലോ അതിനപ്പുറമായിട്ട് പ്രതികരിക്കുന്നതും ഒക്കെ ഈ നിലവിളി എന്ന് പറയുന്നത്. ബൈബിൾ ആകമാനം നമ്മൾ പഠിച്ചാൽ എവിടൊക്കെ ഒരു എക്സോഡസ്, ഒരു പുറപ്പാട് ഉണ്ടായിട്ടുണ്ടോ അതിനു മുമ്പ് ഒരു നിലവിളി ശബ്ദം ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നോക്കണേ, ഞാൻ പറയുക, ഈ കഷ്ടത ഇത്രയും വലുതാ, എനിക്ക് രാജ്യമില്ല, ഞാൻ ഓടിപ്പോകുക, മറ്റൊരു രാജാവിന് മുമ്പിൽ ഭ്രാന്തനെ പോലെ ഞാൻ അഭിനയിക്കുക, പക്ഷെ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആ സ്തുതി എങ്ങനെയാണെന്നുള്ളത് താഴെ എഴുതിയിരിക്കുക. 15-ാം വാക്യം വായിച്ച്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഇന്ന് പകല് ഹല്ലേലൂയ നിന്റെ ലൈഫിനകത്തോട്ട് കർത്താവ് പുതിയതൊന്ന് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ പ്രതികരണം വ്യത്യസ്തമാകണം. ഇന്നലത്തെ പ്രതികരണത്തിൽ നിലയിട്ടിട്ടുള്ള ആ വിളിയുണ്ടല്ലോ, കണക്ക് വെച്ചിട്ടുള്ള നില പറഞ്ഞ പോലെ ഒരു മെഷർമെന്റ് ഉണ്ട് അതിന്, അല്ലെ? തട്ടിടുക, നിലയിടുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിനൊരു അളവുണ്ട്. ആ അളവ് അങ്ങോട്ട് പൊളിച്ചിട്ട് കർത്താവിനോട് നീ പ്രതികരിക്കാൻ തയ്യാറായി. ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന് കാലമായപ്പോ അതിൽ ഇസ്രായേൽ ജനം ആത്മാവിൽ പെരുകിക്കൊണ്ടിരിക്കുക. പെരുക്കമല്ല അവരെ പുറത്തു കൊണ്ടുവന്നത്. കഥ പറയാ, അവരുടെ നിലവിളി ശബ്ദം ഞാൻ കേട്ടു. നിന്റെ കരച്ചിൽ എത്രയാണെന്നുള്ള വിഷയമല്ല, പക്ഷെ നിന്റെ ശബ്ദം ഒരു നിലവിട്ടിട്ടുള്ള ശബ്ദങ്ങൾ ഇന്ന് പുറത്തു വരട്ടെ. റെവലേഷനുകൾ ഇന്ന് ശബ്ദമായി പുറത്തു വരട്ടെ. റെവലേഷനുകൾ ഇന്ന് പ്രവൃത്തിയായി പുറത്തു വരട്ടെ. ദൈവത്തിന്റെ ആക്ഷനിനകത്ത് വെളിപ്പെടട്ടെ. നിന്റെ പുറപ്പാടിന്റെ സമയമായിരുന്നു. നിന്റെ കെട്ടഴിക്കുന്ന പകലായതെന്നാണ്. നിന്റെ ചെയിൻ വിട്ടുപോയതാണെന്നാണ്. നീ പുറത്തു വരികയാണെന്നാണ്. ചില കുടുംബങ്ങൾ അകത്തോട്ട് അസാധാരണമായി ദൈവശക്തി അടിക്കുക. ചില ചെയിനുകൾ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. കർത്താവ് അടുത്ത് നിന്നുകൊണ്ട് ഞാൻ പറയും, ആരംഭിച്ചു. ഇന്ന് കർത്താവിനോട് പറയാം, നിന്റെ കുടുംബത്തിന്റെ വിടുതലിന്റെ ഡോറ് തുറക്കാൻ ഇന്ന് പല ദൈവം നിന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നീ തുറക്കും, നീ തുറക്കും, നീ തുറക്കുമെന്നേ. അതിനകത്ത് നീ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഡോറ് തുറക്കാൻ വിധിയുള്ള ചിലരുണ്ട്. ഇന്ന് പല നീ ഒന്ന് നിലവിളിച്ചാൽ, നീ ഒന്ന് എഴുന്നേറ്റാൽ, ആത്മാവ് നീ ഒന്ന് പ്രതികരിച്ചാൽ, അടുത്തൊരു ലെവലിലേക്ക് ആത്മാവ് തുറക്കാൻ നിനക്ക് വിളിയുണ്ട്. തുറക്കാൻ നിനക്ക് വിളിയുണ്ട്. ഇതുപോലെ നിന്റെ വിളിയെ നീ തിരിച്ചറിയുക. ശിഷ്യന്മാരെ ഏറ്റവും ക്ലോസ് ഗ്രൂപ്പിനകത്ത് യേശു തെരഞ്ഞെടുത്തല്ലേ? കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടില്ലേ, കർത്താവ് 3 പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആദ്യത്തെ 2 പ്രാവശ്യവും ഗ്രൂപ്പുകൾക്ക് പ്രത്യക്ഷപ്പെട്ടതില്ല. 3-ാം പ്രാവശ്യം യേശു പത്രോസിന്റെ പുറകെ പോവുക. ഈ ആദ്യത്തെ 2 പ്രാവശ്യവും പത്രോസ് ഉണ്ടായിരുന്നു, പക്ഷേ പത്രോസ് കണക്റ്റഡ് ആയില്ല. 3-ാം പ്രാവശ്യം പത്രോസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് യേശു ചെയ്തു. എന്നാ കാര്യം അറിയാമോ? താക്കോല് കൈമാറിയത് അറിയില്ലാറ്റി. ഇന്ന് പകൽ താക്കോല് കയ്യിൽ കിട്ടിയവൻ അടങ്ങിയിരിക്കരുത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദേവാസനെ ഒത്തിരി അനുഗ്രഹം ഉണ്ടല്ലോ, ഒത്തിരി വിടുതലുണ്ടല്ലോ, ഒത്തിരി വാഗ്ദത്തം ഉണ്ടല്ലോ, പക്ഷെ എന്താ വിടുതൽ നടക്കാത്ത? ഈ റെവലേഷനോടെ ചോദിക്കുന്ന നീ ഉണരാത്തതാ കാര്യം. നിന്റെ കുടുംബം വിടുതൽ പ്രാപിക്കാത്തതിന്റെ, നിന്റെ സഭ ഉണരാത്തതിന്റെ, നിന്റെ ലൈഫ് മാറാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നീ ആത്മാവിൽ എഴുന്നേക്കാൻ. നിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ, നിന്റെ മുന്നിൽ നിൽക്കുന്ന വെല്ലുവിളികളെ തകർക്കാനുള്ള അഭിഷേകം ദൈവം കാലിൽ പകർന്നിട്ടുള്ള ആരുന്ന? നിന്റെ അകത്താണ്.
ഉപദേശിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉപദേശിക്ക് ദൂത് പറയാൻ പറ്റും, ദൈവ സാന്നിധ്യമായിട്ട് നിന്നെ ഒന്ന് കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ പറ്റും. കണക്റ്റഡ് ആകേണ്ടതും പ്രാപിക്കേണ്ടതും നീയാണ്. മനസ്സിലാകുന്നുണ്ടോ? നിയോഗത്തെ നീ ഒന്ന് ചാടി പിടിക്കാമെങ്കിൽ അതിനെങ്ങനെ പറയുന്നത്? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ അവൻ നിർജീവമാക്കുന്ന മേഖലകളെ ഒഴുകിക്കളയുന്ന നദി ഒഴുകി തുടങ്ങേണ്ടത് നിന്റെ ഉദരത്തിൽ നിന്നാണ്. നിന്റെ ഉദരത്തിൽ നിന്നത് പുറത്തേക്ക് ഒഴുകി തുടങ്ങുമ്പോൾ നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാം. ഞാൻ അതിനെ നിറയ്ക്കും. ഇന്ന് പകൽ നീ ഒഴുകി തുടങ്ങുമ്പോൾ ചിലത് ഒഴുകി മാറാൻ പോവുക. എന്റെ പരിശുദ്ധമാണെങ്കിൽ കെട്ടിക്കിടക്കുന്ന വലിയ നിക്ഷേപങ്ങൾ, അഭിഷേകത്തിന്റെ വലിയ നിക്ഷേപങ്ങൾ ഇന്ന് പകൽ നദി പോലെ പൊട്ടൊഴുകുക. അവരുടെ നിലവിളി ശബ്ദം ഞാൻ കേട്ടത്. ഇന്ന് പകല് കർത്താവിന്റെ ഹൃദയത്തെ ചലിപ്പിക്കണമെങ്കിൽ നമ്മൾ പാരമ്പര്യ രീതിയിൽ തുറന്നാ പോരാ, വ്യത്യസ്തമായ ശബ്ദം കേൾക്കണം. വ്യത്യസ്തമായിട്ട് അപ്പയുടെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന ദൈവസ്നേഹത്തിന്റെ വാക്കുകൾ നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് പുറപ്പെട്ടാൽ അന്നേരം എന്ത് ചെയ്യും? സ്വർഗം ചലിക്കും. അതിനൊന്നും പറയാം. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ. വഴിത്തിരക്കി ഇരുന്നവനെ എല്ലാരും വിളിച്ചതല്ല വിളിച്ചത്. എല്ലാരും യേശുവിനെ വിളിക്കുമ്പോ അവൻ വിളിച്ചു ദാവീദ് പുത്ര. ഹല്ലേലൂയ. മറ്റൊരിടത്ത് കാണുക, സുരവേക്കാരത്തെ സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ ചെല്ലുക. ജീസസ് ന്യായമായിട്ട് ആദ്യം പറഞ്ഞു, കർത്താവേ എന്റെ മകൾക്ക് ഭൂതോപദ്രവമുണ്ട്, നീ വന്ന് അവനെ സൗഖ്യമാക്കണം. ഉടനെ എന്നോ വാക്ക കർത്താവ് പറഞ്ഞതറിയോ? മക്കളുടെ അപ്പം എടുത്തിട്ട്. പക്ഷേ എത്ര അത് കേട്ട് കഴിഞ്ഞ സ്വർഗമല്ല ആരാണെങ്കിലും ചലിച്ചു പോകില്ലേ? ഞാൻ പറയുന്നത് അകത്ത് ദൈവസാന്നിധ്യം കയറിയവന്റെ പ്രതികരണം ഇങ്ങനെയാണെന്നേ. സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവള് പറയുക, ഞാൻ നായ്ക്കുട്ടിയാ സമ്മതിച്ചു, പക്ഷേ മക്കളുടെ മേശമേൽ നിന്ന് വീഴുന്ന അപ്പത്തൂട്ടുകൾ തിന്നിട്ട്, ആ മുറുക്കുകൾ തിന്നിട്ട് നായ്ക്കുട്ടികൾ ജീവിക്കുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് അപ്പന്റെ അവകാശത്തിനകത്തോട്ട് മക്കൾക്ക് അവകാശം ഉള്ളെങ്കിലും അതുമായി കണക്റ്റഡ് ആക്കുന്ന ഒരു മേഖല എനിക്കറിയാം. അത് ഞാൻ പിടിക്കുക ഇന്ന് പകല്. കണക്ഷൻ കിട്ടിയവർ ഇന്ന് പകൽ പിടിച്ചോളും. മക്കൾ നഷ്ടപ്പെടുത്തിയതിനെ ജാതികളിലേക്ക് ദൈവം പകർന്നെങ്കിൽ ഇന്ന് പകൽ നീ അവകാശിയാ. നിനക്ക് ലിമിറ്റേഷൻ ഇല്ല. ഞാൻ ബൈബിൾ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കിയ കാര്യം എന്ന് അറിയാമോ? യഹൂദന്മാരെക്കാട്ടിൽ ബ്ലസ്ഡ് നമ്മൾ. അതിന് പ്രത്യക്ഷ തെളിവൊന്നും അറിയാമോ? യഹൂദന് ഒരു അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ വെച്ചിരിക്കുന്ന ഒത്തിരി നിയമങ്ങളുണ്ട്. പക്ഷേ പുതിയ നിയമയ്ക്ക് നിയമം ഉണ്ടാക്കിയപ്പോ പത്രോസ് പറഞ്ഞു, 3 കാര്യങ്ങളിലല്ലാതെ പുതിയ നിയമ സഭയിൽപ്പെട്ടവരെ എന്ത് ചെയ്യരുത്? റെസ്ട്രിക്ട് ചെയ്യരുത്. എത്ര ഫ്രീ ആയില്ലേ നമ്മള്? എത്ര ബ്ലസ്ഡാ. നമുക്ക് നിയമങ്ങൾ അനുസരിച്ചല്ല അനുഗ്രഹം പകരപ്പെടുന്നത്. കൃപയായിട്ട് എപ്പോഴും ദൈവസന്നിധിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കയറി ചെല്ലാൻ പറ്റും. ഇന്ന് പകൽ റെവലേഷനോടെ കർത്താവിനോട് എത്ര പേർക്ക് അടുക്കാൻ കഴിയും? അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. 34-ന്റെ 2-ാം വാക്യം. അപ്പൊ ഒന്നാമത് നില വിട്ടിട്ട് റെവലേഷൻ അകത്തുനിന്ന് പ്രതികരിക്കുന്ന ഒരു സ്തുതി. രണ്ടാമത് അവിടെ പറയുക എന്നോട് ചേർന്ന്. അതിന് മുമ്പത്തെ വാക്യം വായിച്ചോളെ. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. ഇംഗ്ലീഷിൽ പറയുന്നത് ബോസ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ യഹോവയെ സ്തുതിക്കുന്നത് എന്റെ ഒരു പേഴ്സണൽ അഹങ്കാരമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം എന്റെ അപ്പനാണെന്നുള്ളത് എന്റെ ഒരു മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ യോനയുടെ പടകിനകത്തോട്ട് പോയാൽ മതി. യോന വീണേ അവിടെ കിടന്ന് എല്ലാം കൂടി ഇങ്ങനെ അയ്യം വിളിച്ച് കരയുക. അറിയാവുന്ന ദേവനെ ദേവി എല്ലാം വിളിക്കുന്നുണ്ട്. ഒരു രക്ഷയുമില്ല. ലാസ്റ്റ് ഒരുത്തൻ കിടന്ന് പേടിയില്ല ഉറങ്ങുന്ന കണ്ടപ്പോ ഇവൻ എന്നെ ഇങ്ങനെ പേടിയില്ല
പണിയില്ലാതെ കിടന്ന് ഉറങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് അവനോട് ചോദിച്ചു, നീ എവിടുത്തുകാരനാ, എവിടുന്ന് വരുവാ, നീ ആരെയാ സേവിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ സേവിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും കടലിനെയും ഒക്കെ സൃഷ്ടിച്ച ദൈവത്തെയാ. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ള ഒരു റെവലേഷൻ നിനക്കുണ്ടെങ്കിൽ സകലത്തെ നിയന്ത്രിക്കുന്ന, സകലത്തെ ഉളവാക്കുന്ന, സകലത്തിന് കാരണഭൂതനായ ഒരുവനാണ് എന്റെ അപ്പനെന്ന് മനസ്സിലാക്കി അതിനകത്തൊരു സ്വസ്ഥത വ്യാപരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ചില ഹൃദയത്തെ കലക്കുന്ന ചില വേദനകൾ കലത്തുന്ന പരിശുദ്ധാത്മാവിനെ വിടുവിക്കുക. പറയാ ഒരുത്തന് സ്വയമായിട്ട് അവൻ ചെയ്യുന്നതിൽ ഒരു ഒരു പ്രേഷ്യസ്നെസ്, ഒരു മഹത്വം കാണാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാളെ എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരുവൻ ചെയ്യുന്ന ഒരു പ്രവർത്തിക്കകത്ത് അവന് തന്നെ എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, അവന് തന്നെ അഭിമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാളെ അതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇന്ന് പകല് നീ ഒരു ദൈവമകനാണെങ്കിൽ, ഒരു ദൈവമകളാണെന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്ന ശുശ്രൂഷയില്, നീ ദൈവത്തെ സ്തുതിക്കുന്നതില്, നീ ആരാധിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാകണം. അഭിമാനിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ പാട്ടിന്റെ അവസാനം 2 അന്വേഷണം പറഞ്ഞിട്ട് ആരും കേൾക്കല്ലേ എന്ന് പറഞ്ഞ് ഒതുക്കത്തില്ല. കൂട്ടത്തിൽ പാടും, പറയത്തില്ലേ, എല്ലാരും മിക്കവരും അന്വേഷണം എന്തോ തെറ്റ് ചെയ്ത പോലെ എല്ലാരും കൊണ്ട് അന്വേഷണം നിർത്തുന്ന ഇവരും നിർത്തും. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ സംസാരിച്ച അപ്പയോടല്ലേ? ഞാൻ എന്റെ വീട്ടിൽ എന്റെ അപ്പനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എങ്കില് വേറെ അയലത്തെ ആ ചേട്ടൻ കയറി വരുന്ന ഞാൻ വർത്താനം നിർത്തത്തില്ല. കാരണം എന്റെ അപ്പനാണെന്നുള്ള അഭിമാനത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഞങ്ങൾ തമ്മിലായിട്ട് അരുതാത്ത സംസാരം സംസാരിക്കുന്നെങ്കിൽ ഒരാൾ കയറി വരുമ്പോ ഞാൻ പെട്ടെന്ന് നിർത്തും. ഹല്ലേലൂയ. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ ആൾക്കാർ വരുമ്പോഴും ഞാൻ ചെയ്യും, ഇന്ന് പകൽ ഈ റിവലേഷൻ അകത്ത് കത്തണം. ഹല്ലേലൂയ. ചിലരുടെ ലൈഫിനകത്ത് വിടുതൽ നടക്കാത്തതിന് കാരണം അത് വിടുതലിനായിട്ട് ദൈവത്തിന്റെ അതരത്തിൽ തന്നതിനെ നീ ലക്ഷയോടെ മറച്ചു വെച്ചതാകണം. ഇന്ന് പകൽ ആത്മാവിൽ സംസാരിക്കുന്നവർ ആരോട് സംസാരിക്കുന്നു? ദൈവത്തോട് സംസാരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചാണ്ട് സന്തോഷം പ്രാപിച്ച ഒറ്റ വാക്കുകൊണ്ട് ഇന്ന് പകൽ ആത്മാവിൽ നീ വളരുക. ഭാഷയായി പുറത്തു വരണം. ചിലത് ഓപ്പണായി വരണമെങ്കിൽ ഭാഷ ഉണ്ടാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓപ്പൺ എന്ന് പറയണമെങ്കിൽ ഓപ്പൺ എന്ന് അതിന്റെ കമാൻഡിൽ എന്ത് ചെയ്യണം? പറയണം, അല്ലേ? എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും ആദ്യം നമ്മള് ഈ ഓപ്പൺ പറയാനുള്ള അന്യഭാഷ നമുക്ക് കിട്ടി. പക്ഷെ ആദ്യം കിട്ടിയത് ഓ എന്ന് പറയുന്ന വേർഡാ. ഇന്നും ഓ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യോ വെളിപ്പെടാഞ്ഞിട്ടല്ല, പക്ഷെ അതൊരു ഭാഷയായി നിന്റെ നാവിന്ന് പുറത്തു വന്നിട്ട് അത് അധികാര ശബ്ദത്തോടെ അത് ശത്രുവിന് മുൻപ് വെളിപ്പെടുമ്പോ തുറക്കാത്ത വാതിലെന്തെയും തുറക്കും. ഇന്ന് പകൽ കൽപ്പിക്കാൻ തയ്യാറായിട്ട് അത് ദൈവം തമ്മിൽ ഒഴിക്കാൻ തയ്യാറായിട്ട് ഒരു കൂട്ടം ഇതിന്റെ നടുവിൽ എഴുന്നേറ്റാം. സംസാരിക്കാൻ തുടങ്ങുമ്പോ ദൈവം നിനക്ക് വേണ്ടി ചിലത് എഴുതിയിട്ടുണ്ടാവും. പരിശുദ്ധപ്പെടുന്ന പകൽ സാധാരണമായി റെവലേഷൻ അകത്തോട്ട് കയറ്റുക.
ദൈവശബ്ദത്തോട് പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ദൈവം ചിലത് എഴുതി തുടങ്ങുന്നു. മോശയെ ദൈവം വിളിച്ചപ്പോ മോശ കർത്താവിനോട് പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ നാവ് തടിച്ച നാവാ. ശരിക്കും പറഞ്ഞ അന്യമായിട്ട് പറയുന്നത് തടിച്ച നാവ് കൊണ്ട് തന്നെയല്ലേ. അവന്റെ സംസാരം കേട്ടാൽ ക്ലിയർ അല്ല, സ്ഫുടമല്ല, ആൾക്കാർക്ക് മനസ്സിലാകത്തുമില്ല. ഹല്ലേലൂയ. അവൻ പറഞ്ഞു എനിക്ക് തടിച്ച നാവാ. കർത്താവ് പറഞ്ഞു കുഴപ്പമില്ലടാ, അതാ എനിക്ക് വേണ്ടത്, നീ കേറി വാ. അവൻ കേറി ചെന്നപ്പോ ഇസ്രായേലിന് മറക്കാൻ പറ്റാത്തതുപോലെ കർത്താവ് ചിലത് എഴുതി. ദൈവം ചിലത് എഴുതുക. ചിലർക്ക് വേണ്ടി ദൈവം ചിലത് എഴുതുക. ദൈവം ചില സീനുകൾ എഴുതുക. ദൈവം ചില പേപ്പർ വർക്കുകൾ നീക്കുക. നിനക്ക് വേണ്ടി വർഷങ്ങളെ തെറ്റുകൾ അടിയുന്നല്ലോ. വർഷങ്ങളെ തെറ്റുകൾ അടിയുന്നല്ലോ. ചരിത്രം മാറും. ആ ദേശത്തിന്റെ ചരിത്രം മാറും. ഏറ്റവും കൂടുതൽ ശത്രു ഫൈറ്റ് ചെയ്യുന്ന ആരോടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ താക്കോല് കയ്യിലുള്ളവരോട്. ചില സയൻസ് ആയ പറയുന്നത് നിന്റെ കുടുംബത്തിനകത്ത് ഏറ്റവും കൂടുതൽ തകർത്ത് കളയാൻ നമ്മൾ പറയും അയ്യോ ഏറ്റവും മര്യാദക്ക് ജീവിച്ചത് ഇന്ന വ്യക്തിയല്ലേ, ആ ലൈഫ് ആ പുള്ളിയുടെ ലൈഫിനകത്ത് ഭയങ്കര പീസ്ഫുൾ ആയിരുന്നല്ലോ, ആ പുള്ളിയുടെ ലൈഫ് ഭയങ്കര സന്തോഷകരമായിട്ടല്ലേ പോയത്. അല്ലെന്നേ, ആ വ്യക്തി അല്ല. ദൈവസാന്നിധ്യം അറിഞ്ഞിട്ട് ദൈവത്തോട് കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടും ഏറ്റവും കൂടുതൽ ശത്രു എടുത്തിട്ട് പാറ്റിയ നിന്നെയാ കുടുംബത്തിന് വിടുതലായിട്ട് ദൈവം കണ്ടിട്ടുള്ളത്. ദൈവം പറയുക പതിർ പോലെ പാറ്റിക്കളയാം, നിലനിൽപ്പിനെ പോലും അടിച്ചു കളയത്തക്ക രീതിയിൽ നിന്നെ പാറ്റിക്കളയാൻ ശത്രുവിനോട് അനുവാദം ചോദിച്ചു. എങ്കിലും പകൽ മഹത്വം അറിഞ്ഞാൽ നീ ഇങ്ങനെ ആരാധിക്കുന്നില്ല. നീ പറയുന്ന കട്ടളയാണെന്നാ ദൈവം പറയുന്നത്. യഥാർത്ഥമായ കട്ടള നീ കണ്ടില്ലെന്നാ ചോദിക്കുന്നത്. ഈ 12-11 പേരും ഇല്ലാത്ത കഷ്ടതയല്ലേ എന്റെ ലൈഫിൽ.
പകൽ ചില പ്രത്യക്ഷമായ വിടുതലുകൾ ചിലരുടെ മേൽ സംഭവിക്കും. അടുത്ത വാക്യം ഒന്ന് വായിച്ച 4-ാമത്തെ വാക്യം. അപ്പൊ ഒരുത്തൻ യഥാർത്ഥമായിട്ട് റെവലേഷൻ അകത്തുനിന്ന് അത് സ്തുതിക്കുകയും ദൈവത്തോട് കണക്റ്റഡ് ആകുകയും ചെയ്താണ് സംഭവിക്കുന്നത് അറിയാമോ? അവന്റെ സകല ഭയങ്ങൾക്കകത്തുനിന്നും ദൈവം അവനെ വിട്ടിരിക്കും. ഇന്ന് പകൽ നിന്നെ ഭയപ്പെടുത്തുന്ന ചില മേഖലകളുണ്ടല്ലോ. എന്നോട് കഥ പറയുക, സംഭവിച്ച ചിലത് കണ്ടിട്ട് സ്വന്തം ലൈഫിനകത്ത് മാത്രമല്ല മറ്റുള്ളവരുടെ ലൈഫിനകത്ത് സംഭവിച്ച ചില വിഷയങ്ങൾ കണ്ടിട്ട് അതിന്റെ സമാനമായ ഒരു ഏരിയയിൽ കൂടെ നീ നടക്കുമ്പോൾ നിന്റെ ഉള്ളിൽ തോന്നലുണ്ടാകുക, അവർക്ക് സംഭവിച്ചത് എനിക്ക് സംഭവിക്കും. ഇനി മറ്റു ചിലര് ഇന്നലെ സംഭവിച്ച അതേ സാഹചര്യം വീണ്ടും റിപ്പീറ്റേഷൻ ലൈഫിനകത്തുണ്ടാകുമ്പോൾ അവർ പ്രതീക്ഷിച്ചോണ്ടിരിക്കുക ചിലത് സംഭവിക്കാൻ പോവുക. ഇന്ന് പല കഥ പറയുക, നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഭയം ഉളവാക്കുന്ന മേഖലയുണ്ടല്ലോ, അതിനെ ദൈവം തിരിക്കാൻ പോവുക. ഒരു നാണയത്തെ തിരിക്കുന്നത് പോലെ ഭ്രാന്തനായി അഭിനയിക്കേണ്ട ഗതികൾ വന്നവരെ രാജഭരണത്തിൽ കയറ്റി ദൈവം യുദ്ധം ചെയ്ത് അവന്റെ രാജകീയത്തിന്റെ ആ ദൈവം ഉറപ്പിച്ചതിൽ ഇന്ന് പല ദൈവം ചിലരോട് ദൂത് പറയുക, നിനക്ക് വേണ്ടി അവൻ എഴുന്നേൽക്കും. സാഹചര്യങ്ങൾ തിരിയുക. നീ ഭയക്കുന്നത് നിന്റെ ലൈഫിനകത്ത് സംഭവിക്കത്തില്ല. ഇന്ന് പകൽ നീ ദൈവസാന്നിധ്യത്തോട് അസാധാരണമായി കണക്റ്റഡ് ആകുക. ഇന്ന് പേര് വിളിക്കത്തില്ലെന്ന് വിചാരിച്ചതാ അതുപോലെ, പക്ഷെ എന്റെ പരിശുദ്ധാത്മാവ് പ്രസ് ചെയ്യുന്നോണ്ടാ. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞ തുറക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടില്ലേ? ഞാൻ തൊട്ടിട്ടല്ല, ദൈവവുമായിട്ട് കണക്റ്റഡ് ആകുക. അടുത്തത് ദൈവം ചിലരോട് പറയുക, ഇന്ന് പകൽ നീ ഒന്ന് കയറി നിന്ന നീ ഭയക്കുന്നത് നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കത്തില്ലെന്ന്. സാഹചര്യം അങ്ങനെ ആയിരിക്കാം. നിന്റെ കുഞ്ഞിന്റെ റിപ്പോർട്ട് എടുത്ത് നീ നോക്കുന്നതേ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകാം. നിന്റെ വീടിന്റെ ശൈലി, അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ശൈലി ഉണ്ടല്ലോ, അത് ജീവിത സാഹചര്യങ്ങൾ കാണുമ്പോൾ ഇതിന്റെ അവസാനം ഇങ്ങനെ ആകത്തുള്ളൊരു വിധി എഴുത്തുണ്ടാകാം. അല്ലെങ്കിൽ നിന്റെ ലൈഫ് കണ്ടിട്ട് അറിവുള്ളവൻ പറഞ്ഞ ചില വിധികളുണ്ടാകാം. ഇതിനെ മുഴുവൻ ദൈവ സാന്നിധ്യത്തിൽ എത്തിക്കാൻ പറ്റും, പൊളിക്കാൻ പറ്റും. ചിലത് പൊളിയാ നിന്റെ അഭിഷേകത്തിൽ നീ ഒന്ന് തിരിച്ചറിഞ്ഞ് നീ ഒരു പണി കൂടെ എന്നോട് അടുത്തു വരും. എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്തു വരും. അഭിഷേകം പ്രാപിച്ചവൻ നിയോഗം അടുക്കുമ്പോൾ കാട്ടിനകത്ത് നിൽക്കരുത്. അവൻ ഒരു പടി കൂടെ മുന്നോട്ട് വെച്ച് അവന്റെ അധികാര സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം.
പെട്ടെന്ന് മൂവ് ചെയ്യുക. അവരുടെ സകല ഭയങ്ങളിൽ നിന്ന് അവനത് വായിച്ചേ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഇന്ന് പകൽ കർത്താവിനോട് പറയുക, ചിലര് കർത്താവിലേക്ക് തിരിയുമോ അവരുടെ മുഖത്ത് കർത്താവിന്റെ ഗ്ലോറി വെളിപ്പെടാൻ പോകുന്നവരെ ഒരു റേഡിയൻസ് ഉണ്ടാകാൻ പോവുക. നിന്റെ മുഖം കാണുമ്പോൾ യേശുവിനെ കാണുന്നത് പോലെ. അഭിഷേകമായിട്ട് ഇരുട്ടിൽ നടക്കുമ്പോൾ ഒരുത്തൻ കയറിയ അവന് നേരെ ആർക്കവനെ നിൽക്കാൻ പറ്റുന്നു. ഈ വേറെ കൂട്ടിയാലോ ചിലത് സംഭവിക്കാൻ പോവാ. ഇരുട്ടിനകത്തേക്ക് വെളിച്ചവുമായിട്ട് ഇന്ന് ചിലത് കയറാൻ പോവുക, ചിലത് കൂട്ടിവിട്ടാൻ പോവുക. അടിച്ച നാളുള്ള മോശ മനസ്സിന് മനസ്സിലാകാത്ത ഭാഷയുമായിട്ട് മലയോട് കയറി തിരിച്ചിറങ്ങി വന്നത് മുഖത്തൊരു പ്രകാശവുമായിട്ടാ. അവന്റെ നേരെ നിൽക്കുക. ദൈവം വിളിച്ചു തന്ന ദൈവം തെളിയിക്കാൻ പോകുന്ന ആളുകളാ. അതൊരു പകർച്ചയായി മാറാൻ പോകുക. മോശയിൽ അതൊരു പകർച്ചയായി വെളിപ്പെട്ടെങ്കിൽ അവന്റെ ലൈഫിൽ തീർന്നില്ല. അവന്റെ കയ്യിൽ നിന്ന് ആ പകർച്ച മറ്റൊരുവരിലേക്ക് പകരപ്പെട്ടു. അവന്റെ പേര് യോശുവ എന്നാ. അവനോട് ദൈവം പറയുക, നിന്റെ ആയുഷ്കാലത്ത് നിന്റെ ജീവിതകാലത്ത് ഒരുവൻ നിന്റെ നേരെ നിൽക്കത്തില്ല. ഒരു കൂട്ടത്തിലുള്ള ഒരു പകർച്ചയാ ഇന്ന് പകൽ നീ പ്രാപിക്കുന്നത്. ഒരു കൂട്ടത്തിന് കൈമാറാനുള്ള പകർച്ച, ഒരു കൂട്ടത്തിന് കൈമാറാനുള്ള പകർച്ച യേശുവിൻ നാമത്തിൽ ഇത് ഇവിടെ നീ കുട്ടികളാണ്. നീ ഒരു പന്തവുമായിട്ട് ഇറങ്ങും. ഒത്തിരി ഇടത്തിൽ നീ കത്തിക്കും. വെളിച്ചത്തിന്റെ മക്കൾ എഴുന്നേൽക്കും. തനിച്ച അദ്ദേഹവുമായിട്ട് അന്യഭാഷ പറഞ്ഞോട്ടെ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, അങ്ങനെ വ്യാഖ്യാനിക്കുക. ദൈവം പറയുന്നത് മുഴുവൻ ആൾക്കാർക്ക് അന്യഭാഷയാണ്. ഇവനോട് കർത്താവ് പറയുക, നീ നന്നായിട്ട് അതൊന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. നിന്നെ ഞാൻ വിളിക്കാൻ പോകും, നീ കയറി വാ. ഇവൻ നേരെ കയറി ചെന്നു. കയറി ചെന്നപ്പോ എന്താ അറിയോ, ആ ലൈറ്റ് ഇവന്റെ മേൽ അടിച്ചു. സൂര്യന്റെ നേരെ നിന്ന ഒരു ചന്ദ്രന് ഒരു രാത്രി മുഴുവൻ പ്രകാശിക്കാൻ ഇത്ര മണിക്കൂർ സൂര്യന് നേരെ നിന്നാ മതിയെങ്കിൽ ദൈവസാന്നിധ്യം നിന്നെ എത്ര അളവിൽ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. എന്നോട് കഥ പറയും, ഇത് ചിലർക്ക് കൺഫർമേഷൻ. നീ ചിലർക്ക് വെളിച്ചമാകാൻ പോവുക. നീ വെളിച്ചത്തിന്റെ മകനാണെന്ന്, നീ വെളിച്ചത്തിന്റെ മകളാണെന്ന് പ്രൂവ് ചെയ്യിക്കാൻ പോവുക. നിന്റെ ഉള്ളിലോട്ട് ആ സകല ഭയങ്ങൾ വിട്ട ആ അന്ധകാരം ഉണ്ടല്ലോ, നീ തിരിച്ച് നിന്റെ ഭവനത്തിനകത്തോട്ട് ഇന്ന് പകൽ തിരിച്ച് കയറി ചെല്ലുമ്പോ നിന്റെ പേരുടെ വെളിച്ചം അടിച്ചിട്ട് ചില കുടുംബങ്ങൾക്കകത്തും അന്ധകാരം ഇറങ്ങിപ്പോകാൻ പോവാ. ആ 18 തുടരത്തില്ല, 13 തുടരത്തില്ല. ഇന്ന് പകൽ ഐക്യതയുടെ ഒരു വലിയ അഭിഷേകം. ശത്രുവിന്റെ പദ്ധതികൾ പൊളിയിട്ട് ഇന്ന് പകൽ ജയിക്കാൻ വേണ്ടിയുള്ളവർ രണ്ട് വാക്യം കൂടെ. അടുത്ത വാക്യം ഇട്ടവനെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. അടുത്തത് കഥ പറയുക, അല്ല ഭയത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, നിന്റെ ലൈഫിനെ ഇനി ഒരു ലജ്ജയ്ക്കകത്ത് അകപ്പെടാതെ വേണം ദൈവം നിന്നെ ചെയ്യാൻ പോവാ. പ്രകാശത്തിന്റെ മേൽ അടിച്ചാൽ ഒന്ന് സംഭവിക്കുന്നത്, ഭയത്തിനകത്തുനിന്ന് നീ പുറത്തു വരും. രണ്ട്, ലജ്ജയ്ക്കകത്തുനിന്ന് നീ പുറത്തു വരും. നീ ഒരുത്തന്റെ മുന്നിലും കൈകെട്ടി നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ലെന്നാ.
മാറിപ്പോയി. പിന്നെ വേണം, പിന്നെ ബ്ലസ്ഡാ, പിന്നെ സ്വർഗമാ, അല്ലേ? ഹല്ലേലൂയ. അടുത്ത പറയാ, ദൂതൻ പാളയം പറഞ്ഞ് വിടുവിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? ഞാൻ നിർത്തുക. വീട്ടിൽ പോയിട്ട് 34 സങ്കീർത്തനം അല്ല വായിച്ചിട്ട് അതിനകത്ത് എന്തിനകത്തു നിന്നൊക്കെയാണോ വിടുവിക്കുന്നത് അത് മുഴുവൻ അടിവരയിട്ടിട്ട് പറഞ്ഞു, ഇതെന്റേതാ. ഇന്നും പകലുകൊണ്ട് ഇതിനകത്തു നിന്ന് മുഴുവൻ പുറത്തു വരാൻ പോവുക. ഭയങ്ങൾക്കകത്തു പുറത്തു വരാൻ പോവുക. അനർത്ഥങ്ങൾക്കകത്തു പുറത്തു വരാൻ പോവുക. ലക്ഷ്യക്കകത്തു പുറത്തു വരാൻ പോവുക. നിന്ദക്കകത്തു പുറത്തു വരാൻ പോവുക. കഷ്ടങ്ങൾക്കകത്തു പുറത്തു വരാൻ പോവുക. മഹത്വം കണ്ട തലമുറ ജനമോട് ആമേൻ പറഞ്ഞാണ് ഒരുമിച്ച് ചാടിയിരുന്നിട്ടാണ്. നീങ്ങിപ്പോയതിന്റെ ഭാരങ്ങൾ, മാറിപ്പോയതിന്റെ ശാപങ്ങൾ, സൗഖ്യമായതിന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കുക. നീങ്ങിപ്പോയതിന്റെ ഭാരങ്ങൾ, മാറിപ്പോയതിന്റെ ശാപങ്ങൾ, സൗഖ്യമായി